നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊച്ചു ടിവിയിലെ മുഴുവൻ പഴയകാല സിനിമകളെ പറ്റിയാണ്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോയാണ്. തുടക്കം തന്നെ നമ്മൾ ഒരു നൊസ്റ്റാൾജിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു 5 വർഷം മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ അപ്ഡേറ്റഡ് ലിസ്റ്റാണ്. നമ്മൾ കൊച്ചു ടിവിയിലെ പല പഴയ വീഡിയോസും അപ്ഡേറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇതങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളെ എന്തായാലും നൊസ്റ്റാളജിക് മെമ്മറീസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ 2011 ടൈമിലെ സിനിമ എന്ന് പറയുമ്പോൾ ഹണി ഐ ഷങ്ക് ദ കിഡ് എന്ന ഈ ഒരു സിനിമയാണ്. ഏകദേശം ഒരു 14 കൊല്ലം മുമ്പ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഒരു സയന്റിസ്റ്റ് ക്യാരക്ടർ, ആളുടെ മെഷീൻ കാരണം കുട്ടികൾ ചെറുതായി പോകുന്നു, തുറന്നു നടക്കുന്ന സംഭവങ്ങളും ഒരു ഉറുമ്പിന്റെ പുറത്ത് കയറിയിരുന്ന് പോകുന്നതല്ല നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇത് ഏകദേശം 2015 വരെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് കണ്ടത് ഒരു 10 വർഷത്തിന് മുമ്പാണ്. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഹണി ഐ ബ്ലൂ അപ്പ് ദ കിഡ്. ഇതൊരു കുട്ടിയെ വലുതാക്കിയതായിരുന്നു. മറ്റേ സിനിമ ഒരു 2015 വരെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇത് പക്ഷേ 2012 ടൈം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സിനിമ നിങ്ങൾ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 14 വർഷമാവാറായി. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിനിമ ഓർമ്മയുണ്ടാവും. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ കുട്ടിയുടെ മമ്മിയെയും വലുതാക്കും, ലാസ്റ്റ് ഇവരെ ഒരുമിച്ച് ചെറുതാക്കും. വളരെ നൊസ്റ്റാൾജിക് ആയ ഒരു സിനിമയാണ്. ഈ 2 സിനിമകളാണ് കൊച്ചു ടിവിയിൽ വന്നിട്ടുള്ളതെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് ഒരു തേർഡ് പാർട്ടും ഉണ്ട്, ഹണി വി ഷങ്ക് അവർ സെൽസ്. അടുത്ത സിനിമയാണ് കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ തന്നെ വന്ന 101 ഡാലിമിനേഷൻസ് എന്ന സിനിമയും 102 ഡാലിമിനേഷൻസ് എന്ന സിനിമയും നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സിനിമയിൽ ഒരുപാട് ഡാലിമിനേഷൻ ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ക്രൂവല്ല എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ക്രൂവല്ല ഈ സിനിമയിലെ വില്ലത്തിയാണ്. ഈ ഒരു ക്യാരക്ടറിന് ഈ പട്ടിയുടെ സ്കിന്ന് വേണം. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഈ ഒരു സിനിമ നിങ്ങൾ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 14 വർഷമായി. 2021 ക്രൂവല്ല എന്ന ഈ ഒരു വില്ലൻ ക്യാരക്ടറെ മാത്രം യൂസ് ചെയ്ത് ഈ ഒരു സിനിമയ്ക്ക് ഒരു റീബൂട്ട് വന്നിരുന്നു. നമ്മൾ പറഞ്ഞ 2 സിനിമകളും ഡിസ്നി സിനിമകളാണ്. അടുത്ത സിനിമയാണ് റാംബോ 3 എന്ന സിനിമ. ഇതും ഒരു തവണ മാത്രമേ കൊച്ചു ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയായിരിക്കാം, വേൾഡ് ഫേമസ് ആക്ടർ ആയിട്ടുള്ള സിൽവസ്റ്റർ സ്റ്റലോണിന്റെ ഫേമസ് സിനിമയാണ് ഈ റാംബോ സിനിമകൾ. റാംബോ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എക്സ് മിലിറ്ററി ക്യാരക്ടറാണ്. റാംബോ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നതും അവിടുത്തെ ആളുകളെ രക്ഷിക്കാൻ നോക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഒരു മാസ് ആക്ഷൻ 1 മാൻ ആർമി സിനിമയാണ്. ക്ലൈമാക്സിൽ വില്ലനുമായി ഒരു മികച്ച ഫൈറ്റ് സീനും ഉണ്ട്. മൊത്തത്തിൽ വളരെ മാസായ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. റാംബോക്ക് മൊത്തം 5 പാർട്ടും ഉണ്ട്. തേർഡ് മാത്രമേ കൊച്ചു ടിവിയിൽ വന്നിട്ടുള്ളൂ. നിങ്ങൾ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ 14 വർഷമായി. അടുത്ത സിനിമയാണ് റോക്കി 5 എന്ന സിനിമ. ഈ റോക്കി സിനിമയും സിൽവസ്റ്റർ സ്റ്റലോണിന്റെ തന്നെ സിനിമയാണ്. റാംബോ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയ മറ്റൊരു മൂവി സീരീസ് ആണ് റോക്കി. ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമയും റോക്കി ആയിരുന്നു. നമ്മൾ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുള്ളത് റോക്കി 5 എന്ന സിനിമയാണ്. ഇത് വളരെ മോട്ടിവേഷണൽ ബോക്സിംഗ് സിനിമയാണ്. ഇതും ഒരു വർഷം മാത്രമേ കൊച്ചു ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളിത് കൊച്ചു ടിവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ 14 വർഷമാവും. അടുത്ത സിനിമയാണ് ക്രോണിക്കൽസ് ഓഫ് നാർണിയ. കുറച്ച് കുട്ടികൾ മറ്റൊരു വേൾഡിലേക്ക് പോകും. ഈ ഒരു സ്ഥലത്തിന്റെ പേര് നാർണിയ എന്നാണ്. അവിടെ വെച്ച് ഇവർ വളരെ പവർഫുൾ ആയ ഒരു സിംഹം ക്യാരക്ടറെ കാണുന്നു. ശേഷം സിംഹത്തിന്റെ ഒപ്പം നിന്ന് ഈ വിൾസുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഇതും കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ മാത്രമേ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ 14 വർഷം കഴിഞ്ഞു. ഇത് ഒരു മാജിക്കൽ ലോകമാണ്. അടുത്ത സിനിമയാണ് ഏജന്റ് കോഡി ബാങ്ക്. ഒരു സാധാരണ പയ്യൻ അവന്റെ കഴിവുകളെല്ലാം കണ്ടു അവനെ ഏജന്റ് ആക്കുന്നു. തുറന്നു നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഈ ഒരു സിനിമ 2015 വരെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു പയ്യന് ഏജന്റ് കമ്പനി പല പല ഗാഡ്ജറ്റ് കൊടുക്കുമായിരുന്നു. ഷോക്ക് അടിക്കുന്ന വാച്ച്, ഷൂ, കാറ്, അങ്ങനെ പല പല സംഭവങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യുക. അടുത്ത സിനിമയാണ് നമ്മുടെ ഹെർബി ഫുള്ളി ലോഡഡ്. ഇത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഒരു മാഗി എന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന് ഒരു കാറ് കിട്ടുന്നു. ഒരു ജീവനുള്ള കാറാണ്. ലാസ്റ്റ് ആ കാറ് റേസിന് പോകുന്നു. ജയിക്കുന്നതെല്ലാം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ സെയിം കാറാണെങ്കിലും ഈ ക്യാരക്ടേഴ്സ് വേറെയായിരുന്നു. ഇതും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. 2015 ടൈം വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് കണ്ടിട്ട് 10 വർഷമായി. അടുത്ത സിനിമയാണ് നമ്മുടെ ഹോം അലോൺ. ഹോം അലോൺ 1ഉം 2ഉം 3ഉം കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഹോം അലോൺ 2 എന്ന സിനിമയാണ്. ഇത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു കുട്ടിയെ പിടിക്കാനായി 2 കള്ളന്മാർ വരും. കെവിൻ എന്നാണ് കുട്ടിയുടെ പേര്. കെവിൻ അങ്ങനെ ട്രാപ്പ് എല്ലാം സെറ്റ് ചെയ്യുന്നു.
അങ്ങനെ രക്ഷപ്പെടുന്നു. വളരെ കോമഡി ഡബിംഗ് ആയിരുന്നു. 2016 ടൈം വരെ എല്ലാ ക്രിസ്മസിനും ഈ ഒരു സിനിമ വരുമായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്നില്ല. കഴിഞ്ഞ ക്രിസ്മസിന് കൊച്ചു ടിവിയിൽ വരുന്ന സിനിമകളെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ സിനിമകളൊന്നും വന്നില്ല. ഈ ഹോം അലോൺ സിനിമയുടെ മലയാളം പ്രിന്റ് ടെലഗ്രാമിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ മലയാളത്തിൽ വീണ്ടും കാണും. അടുത്ത സിനിമയാണ് വിൽ സ്മിത്ത് നായകനായ മെൻ ഇൻ ബ്ലാക്ക് എന്ന സിനിമ. ഈ ഒരു സിനിമയും കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ മാത്രമായിരുന്നു. 2013 ടൈം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 12 വർഷമായി. അടുത്ത സിനിമയാണ് വിൽ സ്മിത്തിന്റെ മകനും ജാക്കി ചാനും അഭിനയിച്ച കരാട്ടെ കിഡ് എന്ന സിനിമ. ഈ ഒരു സിനിമ 2012 ടൈമിൽ വന്നതാണ്. ഈ ഒരു സിനിമ റിലീസായത് 2010-ലാണ്. സിനിമ വലിയൊരു വിജയമായിരുന്നു. 2012 ടൈമിൽ തന്നെ സിനിമ കൊച്ചു ടിവിയിൽ വന്നു. ഈ ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ള പരസ്യം കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു ടൈമിൽ ഞാനും ഫ്രണ്ട്സും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു വെയിറ്റിംഗ് ആയിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും വളരെ ഒരു ജാക്കി ചാൻ ഫാനായിരുന്നു. അങ്ങനെ സിനിമ ടെലികാസ്റ്റിംഗ് ചെയ്യുന്ന ദിവസം കറക്റ്റ് ആ ഒരു ദിവസം തന്നെ എനിക്കാണെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നു. ഫ്രണ്ട്സ് എല്ലാവരും ഈ ഒരു സിനിമ കണ്ടു. എനിക്കാണെങ്കിൽ കാണാനും പറ്റി. ഇന്നത്തെ പോലെ അന്ന് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഒന്നും ഇല്ല. ഉണ്ടായിട്ടും കാര്യമില്ല. കൊച്ചു ടിവിയിലെ ഡബിങ് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും. അപ്പോൾ എനിക്ക് മാത്രം കാണാൻ പറ്റിയില്ല. ഞാൻ വളരെ സാഡായി. പിന്നീട് ഈ ഒരു സിനിമ സൂര്യ ടിവിയിൽ വന്നു. അങ്ങനെ ഞാൻ ഈ ഒരു സിനിമ കണ്ടു. പകുതിയായപ്പോൾ കറണ്ട് പോയി. ഞാൻ വീണ്ടും സാഡായി. പിന്നീട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ബാക്കി സീനുകളെല്ലാം ഞാൻ കണ്ടു. ക്ലൈമാക്സ് അടക്കം ഞാൻ കണ്ടതാണ്. പക്ഷെ ആ 20 മിനിറ്റ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സാഡായി. ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഇനി ഈ ഒരു സിനിമ വരുമോ അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ടാണ്. അങ്ങനെ ഈ ഒരു സിനിമ വീണ്ടും കൊച്ചു ടിവിയിൽ വന്നു. ഞാൻ ഈ ഒരു സിനിമ ഫുള്ള് കണ്ടു. പിന്നെയും വന്നു, പിന്നെയും കണ്ടു. അങ്ങനെ പലതവണ വന്നു. എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 10-30 തവണ ഇത് ഞാൻ കൊച്ചു ടിവിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് പോലും ഇത്രയും കണ്ടിട്ടുണ്ടായില്ല. ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ 84 പുറത്തിറങ്ങിയ കരാട്ടെ കിഡ് സിനിമയുടെ റീമേക്കാണ്. ഒറിജിനലിനേക്കാൾ ബെറ്ററായ ഒരു റീമേക്കായിരുന്നു ഈ ഒരു സിനിമ. പല ആളുകൾക്കും കരാട്ടെ കിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഈ ഒരു സിനിമയാണ്. ഒറിജിനലിനേക്കാൾ കൂടുതൽ ഫേമസ് ആയി. ഈ ഒരു സിനിമ ആദ്യം 1.5 മണിക്കൂറേ ഉള്ളൂ. സിനിമയിലെ ജാക്കി ചാന്റെ ആക്ടിങ്, സിനിമയിലെ മ്യൂസിക്, സ്റ്റോറി എല്ലാം വളരെ മികച്ചതാണ്. ഏത് ഫ്രെയിം നമ്മൾ നോക്കിയാലും വളരെ മികച്ച മ്യൂസിക്കാണ്. ഇതുകൊണ്ടെല്ലാമാണ് ഈ ഒരു സിനിമ ഒറിജിനലിനേക്കാൾ കൂടുതൽ പോപ്പുലർ ആയത്. അടുത്തത് ഗാർഫീൽഡ് എന്ന സിനിമയാണ്. ഇത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഒരു സംസാരിക്കുന്ന പൂച്ച. ഈ ഒരു പൂച്ചയ്ക്ക് ഇതേപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ഡ്യൂപ്പ് പൂച്ചയുണ്ട്. ഇതൊരു നോർമൽ പൂച്ചയാണെങ്കിൽ മറ്റേ പൂച്ച അവിടുത്തെ ഒരു കിങ് ആണ്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. വളരെ കോമഡി ആയിട്ടുള്ള ഡബിംഗ് ആയിരുന്നു. ഏകദേശം 11 കൊല്ലമായി. അടുത്ത സിനിമയാണ് സ്റ്റുവർട്ട് ലിറ്റിൽ സിനിമ. ഈ ഒരു സിനിമ പലതവണ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. സ്റ്റുവർട്ട് ലിറ്റിൽ 2 എന്ന സിനിമയും 3 സിനിമയും വന്നിട്ടുണ്ട്. പക്ഷെ 1 അങ്ങനെ വന്നിട്ടില്ല. അടുത്ത സിനിമയാണ് ബേബീസ് ഡേ ഔട്ട് എന്ന സിനിമ. 3 കള്ളന്മാർക്ക് ഒരു കുട്ടിയെ കിട്ടുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഇതും നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് കണ്ടിട്ട് ഏകദേശം ഒരു 12 കൊല്ലമായി. അടുത്ത സിനിമയാണ് ഗോസ്റ്റ് ഷിപ്പ് എന്ന സിനിമ. ഇത് ഞാൻ ആകെ ഒരു തവണ മാത്രമേ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുള്ളൂ. അത് 2012 ടൈമിലാണ്. പേര് പോലെ തന്നെ ഒരു പ്രേത ഷിപ്പിന്റെ കഥയാണ്. അടുത്ത സിനിമയാണ് ഷാവോലിൻ സോക്കർ എന്ന സിനിമ. ഇതും വളരെ കോമഡി ആയിട്ടുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സിനിമയാണ്. ഇതും കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഷാവോലിൻ കുങ്ഫു പഠിച്ച ചില ക്യാരക്ടേഴ്സ് സോക്കർ കളിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. അടുത്തത് സ്കൈ ഹൈ എന്ന സിനിമയാണ്. ഇതും നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. ഇത് പലതവണ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. 2016 വരെ ഉണ്ടായിരുന്നു. കുറച്ച് സൂപ്പർ ഹീറോസ് പഠിക്കുന്ന സ്കൂളിന്റെ സ്റ്റോറിയാണ്. നമ്മൾ കണ്ടിട്ട് ഏകദേശം 9 കൊല്ലമായി. അടുത്തത് സ്പൈ കിഡ്സ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയും കൊച്ചു ടിവിയിൽ പലതവണ വന്നിട്ടുണ്ട്. ഒരു ചേച്ചിയും അനിയനും സ്പൈ ആയിട്ടുള്ള സിനിമയാണിത്. ഏകദേശം 2016 ടൈം വരെ ഉണ്ടായിരുന്നു. അടുത്ത സിനിമ നമ്മുടെ ജാക്കി ചാന്റെ തന്നെ റോബിൻ ഹുഡ് എന്ന സിനിമയാണ്. 3 കള്ളന്മാർ ചേർന്ന് ഒരു കുട്ടിയെ വില്ലനിൽ നിന്ന് തട്ടിയെടുക്കുന്നു. ശേഷം അച്ഛനമ്മമാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന വളരെ മികച്ചൊരു കോമഡി സിനിമയാണ്. ഈ വില്ലന്റെ മകൻ മരിച്ചുപോയി. മകന്റെ ബോഡി ഫ്രീസറിൽ അട്ടേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയെ കൊണ്ടുവന്നു ഈ ഒരു ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയാണ് വില്ലൻ കുട്ടിയെ തപ്പി നടക്കുന്നത്. പക്ഷേ അതിലൊരു കുഴപ്പം. എന്താ കാര്യം പറഞ്ഞാൽ ചെയ്തു തരാൻ നോക്കാം. പക്ഷേ ഇതൊരു പ്രത്യേക ജോലിയാണ്. അടുത്ത സിനിമയാണ് ഷാഗായി നൈറ്റ്സ് എന്ന സിനിമ. ഇത് ജാക്കി ചാൻ ഒരു പ്രതികാരത്തിന് പോകുന്ന വളരെ കോമഡി ആയിട്ടുള്ള സിനിമയാണ്. ഇതും കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ മാത്രമേ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ.
അടുത്തത് ഫ്ലബ്ബർ എന്ന സിനിമയാണ്. ഒരു സയന്റിസ്റ്റ് ഫ്ലബ്ബർ എന്ന പേരുള്ള ഒരു സ്ലൈം ക്യാരക്ടറെ ഉണ്ടാക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. 2015 ടൈം വരെ ഉണ്ടായിരുന്നു. അടുത്ത സിനിമയാണ് ഇദ്ദേഹത്തിന്റെ തന്നെ, അഥവാ റോബ് വില്യംസ് നായകനായ ജുമാൻജി എന്ന സിനിമ. ഈ ഒരു സിനിമയും കൊച്ചു ടിവി അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. അടുത്ത സിനിമയാണ് നൈറ്റ് അറ്റ് ദി മ്യൂസിയം എന്ന സിനിമ. ഇതും വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. പലതവണ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. രാത്രിയാവുമ്പോൾ ഒരു മ്യൂസിയത്തിൽ എല്ലാ സംഭവങ്ങൾക്കും ജീവൻ വരുന്നു. ഈ ഒരു സിനിമയിൽ നമ്മുടെ റോബിൻ വില്യംസ് ഉണ്ടായിരുന്നു. അടുത്തത് സ്പൈഡർമാൻ സിനിമയാണ്. സ്പൈഡർമാൻ 1 മുതൽ 3 വരെ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. സൂര്യ ടിവിയിലും വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. അടുത്ത സിനിമയാണ് ജെയിംസ് ബോണ്ടിന്റെ ഗോൾഡൻ ഐ എന്ന സിനിമ. ഈ ഒരു സിനിമയും കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത സിനിമ എന്ന് പറയുന്നത് ET എന്ന സിനിമയാണ്. ET സിനിമ 2015 ടൈം വരെ ഉണ്ടായിരുന്നു. അടുത്ത സിനിമയാണ് അവഞ്ചേഴ്സ് 1 സിനിമ. ഇതും കൊച്ചു ടിവി 2015 ടൈം വരെ ഉണ്ടായിരുന്നു. ഡെസേർട്ട് കിട്ടണമെന്ന് എന്നെക്കാൾ അധികം ആഗ്രഹിക്കുന്ന നിങ്ങളാണ്. ഇതുപോലെ അർണോൾഡിന്റെ ഫേമസ് സിനിമയായ ടെർമിനേറ്റർ 2 സിനിമയും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. അടുത്ത സിനിമയാണ് 2014 ടൈമിൽ വന്ന ഹൂങ് പൗ എന്ന സിനിമ. ഇതൊരു ആക്ഷൻ കോമഡി സിനിമയാണ്. അടുത്ത സിനിമയാണ് ജേണി ടു ദി സെന്റർ ഓഫ് ദി എർത്ത്. ഇത് കൊച്ചു ടിവിയിൽ പലതവണ വന്നിട്ടുണ്ട്. ഇതൊരു അഡ്വഞ്ചർ സിനിമയാണ്. അടുത്ത സിനിമയാണ് ജോർജ് ഓഫ് ദി ജംഗിൾ. ജോർജ് ഓഫ് ദി ജംഗിളിന്റെ കാർട്ടൂൺ ഓൾറെഡി കൊച്ചു ടിവിയിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ സിനിമയും വന്നിട്ടുണ്ട്. അടുത്ത സിനിമ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ സ്ഥിരം വന്നിരുന്ന ഒരു സിനിമയാണ്. 2017 ടൈം വരെ ഉണ്ടായിരുന്നു. അടുത്ത സിനിമ എന്ന് പറയുന്നത് ഗോഡ്സില്ല സിനിമയാണ്. ഗോഡ്സില്ല സിനിമയുടെ പഴയ വെർഷൻ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. അടുത്ത സിനിമ എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് 4 എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയും കൊച്ചു ടിവിയിൽ സ്ഥിരം വന്നിരുന്ന സിനിമയാണ്. അടുത്ത സിനിമയാണ് ഹാരി പോട്ടർ സിനിമ. ഹാരി പോട്ടറിന്റെ ഭൂരിഭാഗം സിനിമയും ഹാരി പോട്ടർ വീക്കെൻഡ് എന്ന പേരിൽ ഒരാഴ്ച മുഴുവനായി ഓരോ സിനിമ വീതം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ സിനിമയാണ്. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയന്റെ ആദ്യ 2 സിനിമകൾ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. അടുത്തത് 2 ലൂണി ട്യൂൺസ് സിനിമയാണ്. ലൂണി ട്യൂൺസ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന സിനിമയും സ്പേസ് ജാം എന്ന സിനിമയും 2 സിനിമയും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. അടുത്ത സിനിമ എന്ന് പറയുന്നത് വാട്ടർ ഹോൾസ് എന്ന സിനിമയാണ്. ഒരു പയ്യന് ഒരു പ്രത്യേക ജീവിയെ കിട്ടുന്ന സിനിമയാണ്. അടുത്തത് അനക്കോണ്ട എന്ന സിനിമയാണ്. അനക്കോണ്ടയുടെ പഴയ സിനിമ കൊച്ചു ടിവിയിൽ പലതവണ വന്നിരുന്നു. സൂര്യ ടിവിയിലും വന്നിരുന്ന സിനിമയാണ്. അടുത്തത് ഗോസ്റ്റ് റൈഡർ എന്ന സിനിമയാണ്. ഇത് കൊച്ചു ടിവിയിലും സൂര്യ ടിവിയിലും പലതവണ വന്നിരുന്നു. അടുത്തത് സ്മർഫ് എന്ന സിനിമയാണ്. സ്മർഫ് സിനിമയുടെ കാർട്ടൂണും സിനിമയും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് വരെ വന്നിട്ടുണ്ട്. അടുത്തത് ഷാഗി ദ ഡോഗ് എന്ന സിനിമയാണ്. അതായത് ഒരു പട്ടി കടിച്ചയാൾ പട്ടിയാകുന്ന ഒരു സിനിമയാണ്. വളരെ കോമഡി ആയിട്ടുള്ള ഒരു സിനിമയാണ്. തുടക്ക ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഡോക്ടർ ഡൂലിറ്റിൽ എന്ന സിനിമയാണ്. അതായത് മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക ഡോക്ടറിന്റെ സ്റ്റോറിയാണ്. കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് എയർ ബഡ് എന്ന സിനിമയാണ്. ബഡ് എന്ന പേരുള്ള ഒരു പട്ടി ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു സിനിമയാണ്. അടുത്തത് മാർസോപിലാമി സിനിമയാണ്. മാർസോപിലാമിയുടെ കാർട്ടൂൺ സിനിമയും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. 2016 ടൈമിലാണ്. അടുത്തത് ഫ്രീ വില്ലി എന്ന സിനിമയാണ്. ഒരു കുട്ടിയുടെയും ഒരു തിമിംഗലത്തിന്റെയും സ്റ്റോറിയാണ്. അടുത്ത സിനിമയാണ് സ്കൂബിഡു സിനിമയും കൊച്ചു ടിവിയിൽ എപ്പോഴും വന്നിരുന്നു. അടുത്ത സിനിമയാണ് ഇങ്ക് ഹാർട്ട്. ഒരു ബുക്കിൽ വായിക്കുന്ന സംഭവങ്ങളെല്ലാം റിയൽ ലൈഫിൽ നടക്കുന്നു. അടുത്ത സിനിമയാണ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. ഇതിന്റെ പഴയ സിനിമകൾ കൊച്ചു ടിവിയിൽ വരുമായിരുന്നു. അടുത്ത സിനിമയാണ് ചാർലി ഏഞ്ചൽ. ഇതും കൊച്ചു ടിവി തുടക്ക ടൈമിൽ വന്നിരുന്ന സിനിമയാണ്. അടുത്ത സിനിമയാണ് ഹെൽ ബോയ്. ഇത് കൊച്ചു ടിവിയിലും സൂര്യ ടിവിയിലും വന്നിരുന്ന സിനിമയാണ്. അടുത്ത സിനിമയാണ് മങ്കി ബോൺ. ഈ ഒരു സിനിമ കൊച്ചു ടിവി തുടക്ക ടൈമിൽ വന്നിട്ടുണ്ട്. അടുത്തത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയാണ്. ഇതിന്റെ തുടക്ക സിനിമകൾ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. അടുത്ത സിനിമയാണ് ഓസ്മോസിസ് ജോണസ്. ഒരാളുടെ ബോഡിക്കകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. വൈറസ് ആണ് ഇതിലെ വില്ലൻ. മറ്റൊരു സിനിമയാണ് വൈറ്റ് സ്നേക്ക് റിവെഞ്ച് എന്ന സിനിമ. ഇതൊരു ചൈനീസ് സിനിമയാണ്. അടുത്ത സിനിമയാണ് ഗോൾഡൻ കംബറസ്. ഇതും കൊച്ചു ടിവിയിൽ എപ്പോഴോ വന്നിട്ടുണ്ട്. അടുത്ത സിനിമയാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ്. ഇതിന്റെ പഴയ സിനിമകൾ വന്നിട്ടുണ്ട്. അടുത്ത സിനിമയാണ് സത്തൂറ ദി സ്പേസ് അഡ്വഞ്ചർ. കുറച്ച് കുട്ടികൾ സ്പേസിൽ പോകുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. നമ്മുടെ ജുമാൻജി സിനിമയുടെ ഒരു സ്പിൻ ഓഫ് സിനിമയാണിത്. നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തായി. ഒരു പാർട്ട് 2 എന്തായാലും വേണം. നിങ്ങൾ തപ്പി നടക്കുന്ന ഭൂരിഭാഗം സിനിമയും ഈ ഒരു ലിസ്റ്റിൽ തന്നെയുണ്ട്. പാർട്ട് 2 നമുക്ക് ഇതിലില്ലാത്ത കുറച്ച് സിനിമകളും കാർട്ടൂൺ സിനിമകളും ഒരുമിച്ച് ചെയ്യാം. കാർട്ടൂൺ സിനിമകൾ മാത്രമായി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ തന്നെ അതും ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ വീഡിയോ വളരെ ലെങ്തായി.
കാർട്ടൂൺ മൂവീസ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ 100 എണ്ണം കൂടി ഉണ്ടാവും. അപ്പോൾ വീഡിയോ വളരെ ലെങ്ത് ആവും. ചില ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്, ഒരു അലമാരയുടെ ഡോറ് വഴി കുറച്ച് കുട്ടികൾ പുതിയൊരു സ്ഥലത്തേക്ക് എത്തുന്നു, ഈ ഒരു സിനിമയുടെ പേരറിയുമോ? അങ്ങനെയെല്ലാം കമന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ക്രോണിക്കൽസ് ഓഫ് നാർണിയ സിനിമയാണ്. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുള്ളത് സിനിമയിലെ സീനുകളായിരിക്കാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ആ ഒരു സെയിം സിനിമ വന്നു പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ട സിനിമകളോട് ഡൗട്ട് തോന്നിക്കുന്ന സിനിമകൾ ഈ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ അതിന്റെ നെയിം സെർച്ച് ചെയ്ത് ട്രെയിലർ നോക്കിയാലും മതി. അല്ലെങ്കിൽ ആ ഒരു സിനിമ വേണമെങ്കിൽ മുഴുവനായി കണ്ടു നോക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒട്ടുമിക്ക സിനിമയും ഇതിൽ തന്നെ ഉണ്ടാവും. കാർട്ടൂൺ സിനിമകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെ മുഴുവൻ പഴയകാല കാർട്ടൂൺസിനെ പറ്റിയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും ഉണ്ടാവും. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മെമ്മറീസ് താഴെ കമന്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.